ഹലോ അസ്സലാമു അലൈക്കും. ഒന്നുമില്ല കേട്ടോ, വൈകുന്നേരം സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു ഡൗൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഉന്മേഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീട്ടിലെ പണികളും ഒന്നും കഴിഞ്ഞിരുന്നില്ല. രാവിലെ ഒരു ക്ഷീണമുള്ള ദിവസമായ കാരണം കുറേ അങ്ങോട്ടിരിക്കും, അവിടെ നിന്ന് എണീറ്റ് ഇപ്പുറത്ത് വന്നിരിക്കും, കുറേ മൊബൈലിൽ കളിക്കും, കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ചാടി എഴുന്നേറ്റു കേട്ടോ. കാരണം ദിയമോളും കുട്ടിയുള്ളതാണ്, ലാമിയുള്ളതാണ്. അപ്പോൾ അവർക്ക് വിശക്കൂലെന്ന് വിചാരിച്ച് ഓടിപ്പാഞ്ഞ് പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിട്ടോ. അലക്കലൊക്കെ വൈകുന്നേരമാണ് ചെയ്തത്. ഞാൻ വെള്ളകളും അത്യാവശ്യം നല്ലതൊക്കെ കല്ലിലാണ് ഇട്ട് അലക്കുക. ബാക്കിയുള്ളതേ വാഷിംഗ് മെഷീനിലിടുള്ളൂ. അതിൻ്റെ ഇടയിൽ കുറച്ച് ചേമ്പ്, ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിൽ ഞാൻ ചേമ്പ് നട്ട് വളർത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അത് പറിച്ചു കൊടുത്തിട്ട് ഇപ്രാവശ്യം കുഴിച്ചിട്ടിട്ടൊന്നും ഉണ്ടായില്ല. ചെറിയ ഒരു സൈഡിൽ ഒന്നായിട്ട് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ട് ചെറിയ ചെറിയ സംഭവമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളച്ചെടുത്തു കേട്ടോ. ഉണ്ടോ? അപ്പോൾ അങ്ങനെ കുറച്ച് എന്താ പറയുക, വൈകുന്നേരം ഇങ്ങനെയുള്ള പണികളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ലൈക്ക് ചെയ്യാത്ത, ഷെയർ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നാളെ മുതൽ നല്ല വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിടാനും വലിയ ഒരു ഇതില്ല. ആഴ്ചക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇടാമായിരുന്നു. അപ്പോൾ എന്ത് കണ്ടൻറ് ഇടണം എന്നുള്ളത് സത്യം പറഞ്ഞൊരു ഐഡിയ അല്ല. അപ്പോൾ നിങ്ങളെ അഭിപ്രായത്തിലുള്ള എങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ഇടേണ്ടതെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ. കമൻ്റ് ഇടാൻ മറക്കല്ലേ. മക്കൾ കടയിൽ പോയിട്ടുണ്ട്, അപ്പോൾ അവരെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എന്ത് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. കുട്ടികൾ സ്കൂളിട്ട് പോകുന്നുണ്ട്, അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഇതൊരു മക്കളെന്തോ ആവശ്യത്തിന് കടയിൽ പോകാൻ കേട്ടോ, 3 പേര്. പിന്നെ വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനൊരു 4 മണി 5 മണി സമയത്ത് തന്നെ തുടങ്ങും കേട്ടോ. എന്നാലേ മഗ്‌രിബ് ആകുമ്പോഴത്തേന് തീരുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് രാത്രിക്കുള്ള ഫുഡും കൂടി പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചു കേട്ടോ. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഓത്തും നിസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ മാക്സിമം നേരത്തെ മഗ്‌രിബിൻ്റെ മുന്നേ തന്നെ എല്ലാ ഫുഡും കാര്യം റെഡിയാക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമാധാനം കിട്ടൂല. പിന്നെ ഞങ്ങളിവിടെ നേരത്തെ ഫുഡ് കഴിക്കൂട്ടോ. രാത്രി ഇശാസ്കാരം കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഇവിടെ സിറ്റ് ഔട്ടിലിരിക്കും കേട്ടോ. എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണുമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരിക്കും. നമ്മളെ പാടം രാത്രിയിൽ ഇങ്ങനെയാണ് കേട്ടോ. വണ്ടികൾ പോകണം വരണമൊക്കെ ഇങ്ങനെ കാണാം. മക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ.
അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും എല്ലാവരും ഈ തിണ്ണതിലോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇവിടെ നിന്നൊക്കെ നോക്കിയിട്ടും വണ്ടി പോണതും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. ഞാനിവിടെ മുറ്റത്തിരിക്കുന്ന സമയത്ത് ലാമി ഏമി ഇതിൽ ഓടിക്കളിക്കൂട്ടോ. ഇവിടെ ചെറിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു, അത് പിന്നെ ഇപ്പോൾ ബൾബ് ഫീസായി പോയി എന്ന് തോന്നുന്നു. അപ്പോൾ ഇവരങ്ങനെ റോട്ടിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നോക്കൂ കേട്ടോ. ഇവിടുന്ന് നോക്കിയാൽ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ കുട്ടികൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കും. നമ്മളിവിടെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ, സിറ്റ് ഔട്ടിലൂടെ ഇരിക്കും കേട്ടോ, ഇവിടെ ഇരിക്കും. അപ്പോൾ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. റോട്ടിലേക്ക് പോകുമൊന്നുമില്ല കേട്ടോ. നമ്മൾ മുതിർന്നവരില്ലാത്ത സമയത്ത് അവരവിടെ നിർത്തുമൊന്നുമില്ല. പക്ഷെ അവർക്ക് ഇവിടെ ഇങ്ങനെ വിളിച്ചൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കും. പിന്നെ അവിടെ ആ ചെറിയ പെട്ടിക്കടയൊക്കെ ഉള്ളയാലും ആ പെട്ടിക്കടയിലേക്ക് നോക്കി ഇങ്ങനെ നോക്കും കേട്ടോ. കൂടുതൽ സമയം നിർത്തുന്നില്ല, ഒരു കയറി വന്നാൽ ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ അകത്തേക്ക് കയറി പോകും കേട്ടോ. മറ്റേ വരുന്നുണ്ടോ ഇരുട്ടത്തൂടെ? എന്താ പേര്? നിൽക്കേ ദീദിനെ വിളിച്ചേ. ആ ദീദി 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 എടുക്ക്. പിന്നെ ഈ നേരത്ത് എല്ലാവരും ഇല്ലെങ്കിൽ, എല്ലാവരും അകത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ ഏതായാലും വെറുതെ മുറ്റത്ത് വന്നിരിക്കുകയല്ലേ, അപ്പോൾ ഇതായിരിക്കും കേട്ടോ പരിപാടി. സ്വലാത്തോ ദിക്റോ എന്തെങ്കിലും ചെല്ലാനുണ്ടെങ്കിൽ അതൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ ഇരിക്കും. പുറത്തിരുത്തുമായി കാറ്റൊക്കെ കൊണ്ട് ഇരിക്കുകയും ചെയ്യാം. പിന്നെ സ്വലാത്ത് ചൊല്ലി അതുകൊണ്ട് തീർന്നുകയും ചെയ്തോളും. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ കുറേ സമയം ഇപ്പോൾ ഇന്ന് ഇരിക്കാനിതാ അവിടെ 2 പേരുണ്ട് കേട്ടോ. എമിയും ലാമിയും എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇരിക്കണത് എമിക്കുട്ടാ. പിന്നെ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. പിന്നെ നമ്മൾ എന്ത് തരത്തിലുള്ള വീഡിയോസാണ് ഇടേണ്ടതെന്ന് അതൊക്കെ പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.